ഒന്നാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് പട്ടണത്തിലെ കർത്താവിന്റെ സഭയ്ക്ക് എഴുതിയ തന്റെ ഒന്നാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ആ വാക്യം ഇപ്പോൾ വായിക്കുകയാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ വീഴാതെ ഇരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒരു മനുഷ്യനും വീഴത്തില്ല, വീണു പോകത്തില്ല, വിശ്വാസത്തിൽ നിന്ന് താഴെ പോകത്തില്ല, ആത്മീയതയിൽ നിന്ന് അകന്നു പോകത്തില്ല എന്ന് പറയുവാൻ കഴിയത്തില്ല. ലോകം കണ്ടിട്ടുള്ള ഒട്ടനവധി ഉന്നതന്മാരായ വേദപുസ്തക വിശ്വാസ വീരന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നല്ല ഒന്നിലധികം തവണ വീഴുകയും വീണിട്ട് എഴുന്നേൽക്കുകയും ചെയ്ത സഭയുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ വീണിട്ട് എഴുന്നേൽക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോയ വിശുദ്ധന്മാരുടെയും പേര് വിവരങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അങ്ങനെയാകരുത്. നമ്മൾ വീഴുവാൻ സാധ്യതകൾ ഉണ്ടായാൽ ഏതു വിധേനയും വീഴ്ചയിൽ നിന്ന് ഒഴിവാകുവാൻ നമ്മളാൽ ആവോളം ദൈവസന്നിധിയിൽ പരിശ്രമിക്കേണ്ടതാകുന്നു എന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ വായിച്ച വാക്യവുമായുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ പൗലോസിന്റെ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സ്പിരിച്വൽ പൊസിഷൻസ്, ആത്മീയ സ്ഥാനങ്ങൾ എന്നൊരു വിഷയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു എന്നും, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇസ്രായേൽ മക്കളെ 40 വർഷം മോശ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഒരു പ്രകൃതി ദോഷവും അവരുടെ മേൽ പതിക്കാതിരിക്കുവാൻ ആ മേഘത്തിന്റെ സംരക്ഷണ കാവലിൽ അവർ പാലും തേരുമൊഴുകുന്ന വാഗ്ദത്തനായ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തു. പ്രിയ വലിയ ദൈവമക്കളെ, അന്നും മഴയുണ്ട്, അന്നും വെയിലുണ്ട്, അന്നും ഇടിയുണ്ട്, മിന്നലുണ്ട്. പ്രകൃതി പ്രതികൂലങ്ങളോ പ്രകൃതി ക്ഷോഭങ്ങളോ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന അനർത്ഥങ്ങൾ അന്നുമുണ്ട്. നിങ്ങൾക്കറിയാമോ, പകൽ മേഘസ്തംഭമെങ്കിൽ രാത്രി അഗ്നിസ്തംഭത്തിലൂടെയാണ് അവരെ നടത്തുന്നത്. ഒരു പ്രകൃതി ക്ഷോഭങ്ങളും ഇസ്രായേൽ മക്കളെ ലേശം സ്പർശിക്കാതിരിക്കാൻ ദൈവത്തിന്റെ മഹാകാവലിൽ, മഹാകരുതലിൽ, മഹാസൂക്ഷിപ്പിൽ അവർ നടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അതിനെ ദൃഷ്ടാന്തമായി, ഉദാഹരണമായി അവർക്ക് കിട്ടിയ ദൈവിക കരുതലിന്റെ ആ വലിയ മഹിമയായി നമ്മൾ കാണണം. വീണ്ടും വായിക്കുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. മേഘം പകലും രാത്രിയും എന്ന വ്യത്യാസമില്ലാതെ സംരക്ഷണ കവചമൊരുക്കിയപ്പോൾ ഇസ്രായേൽ ജനം ആദ്യമേ കടക്കുന്നത് ചെങ്കടലിനെ മുറിച്ച് മറുകരയിലേക്കാണ്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനം ഈജിപ്തില് റമസസിൽ നിന്ന് പുറപ്പെട്ട സമയം മുതൽ ഒരു മഹാദൈവിക ദൂതന്റെ അകമ്പടി അവർക്ക് മുന്നിലും പുറകിലുമായി നിൽക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പുറകിൽ ശത്രു ആക്രമിക്കത്തില്ല, മുന്നിൽ ശത്രു ആക്രമിക്കത്തില്ല.
ഇടതുവശത്ത് ശത്രു ആക്രമിക്കത്തില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൂതന്മാരുടെ അകമ്പടിയോടെ, മേഘ അഗ്നിസ്തംഭങ്ങളുടെ അകമ്പടിയോടെയാണ് അവര് എവിടേക്ക് പോകുന്നത്? കനാനിലേക്ക് പോകുന്നത്. അവർ ചെങ്കടൽ മുറിച്ച് മറുകരയിലേക്ക് പോകുമ്പോൾ വലതുവശത്ത് ഇടതുവശത്ത് ചെങ്കടലിലെ വെള്ളം മതിലായി ഉയരുകയാണ്. ആ മതിലിന് മുകളിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവരെ കാവൽ ചെയ്യുകയാണ്. ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, 91 സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്റെ തൊടുകയില്ല. ആമേൻ. നമ്മുടെ ദൈവം സാധാരണക്കാരനല്ല, അവൻ അസാധാരണ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളെ പോലെയല്ല, നമ്മളെ പോലെ എത്രയോ മഹാനാണ്, വലിയവനാണ്, ഉന്നതനാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മേഘസ്തംഭം അഗ്നിസ്തംഭം അവർക്ക് സംരക്ഷണ കവചമായി വരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, സമുദ്രത്തിലൂടെ കടന്നു, വെള്ളം ചിറ പോലെ നിൽക്കുകയാണ്. ചിന്തിച്ചാലും ചിന്തിച്ചാലും മതി വരാത്ത ഒന്നാണ്. അവർ വെള്ളത്തിലൂടെ ചെങ്കടൽ മുറിച്ച് കടന്നു പോകുമ്പോൾ ഒരു രീതിയിലും ഒരു കോൺക്രീറ്റ് മതിലവിടെ ഇല്ല. പിന്നെയോ രണ്ടു സൈഡിലും പടുകൂറ്റൻ വെള്ളം കൊണ്ട് നിർമ്മിതമായ മതിൽ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, ആ വെള്ളത്തിന്റെ ഓരോ തുള്ളികളും ഓരോ സ്റ്റോണുകളെ പോലെ, ഓരോ കട്ടിയെ പോലെ, ഓരോ കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ആ സാധന സാമഗ്രികൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെ നിൽക്കുകയാണ്. അമ്മമാരുടെ തോളുകളിൽ കുഞ്ഞുങ്ങളുണ്ട്, അപ്പന്മാരുടെ തോളുകളിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ നടത്തുന്നു. ഇച്ചിരി പ്രായമായ കുഞ്ഞുങ്ങൾ ഓടിപ്പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ആ ഓട്ടത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ മതിലിൽ തൊട്ടിട്ടുണ്ട്. എന്നാൽ ഒരു തുള്ളി വെള്ളം അവിടുന്ന് പൊഴിഞ്ഞു വീഴില്ല. ആമേൻ, ആമേൻ, ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞതുപോലെ അവർ ചെങ്കടലിൽ പ്രവേശിച്ചു. മറുകര വരെ വെള്ളം കൊണ്ട് നിർമ്മിച്ച മതിലിന്റെ ഇടയിലൂടെ പോയിട്ട് അവരുടെ ശരീരത്ത് ഒരു മഞ്ഞ് വീഴ്ച പോലും ഉണ്ടായില്ല. ആമേൻ. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണെന്ന് നമ്മൾ അറിയാതെ ഇരിക്കരുത്. പ്രിയ ദൈവമക്കളെ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഒരു വലിയ കാര്യം ഇവിടെയുണ്ട്. ഈ ഇസ്രായേൽ ജനം ഇന്നത്തേതുപോലെ ഒരു സ്നാന ശുശ്രൂഷകന്റെ കൈകീഴിൽ പോയി സ്നാനമേറ്റിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ? വലതുവശത്ത് വെള്ളമുണ്ട്, ഇടതുവശത്ത് വെള്ളമുണ്ട്. മുകളിൽ എന്തുണ്ട്? ദൈവ സാന്നിധ്യത്തിന്റെ നിറഞ്ഞ പ്രതീകമായ മേഘം. മേഘം എപ്പോഴും ഡിവൈൻ പ്രസൻസിന്റെ അടയാളമാണ്. അതുകൊണ്ട് മോളിൽ ദൈവം നിൽക്കുന്നു, വലതുമിടത്തുമായി വെള്ളത്തിന്റെ പടുകുറ്റൻ മതിൽ. അതിനിടയിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയപ്പോൾ ഓൾറെഡി they are baptized. അവർ സ്നാനപ്പെട്ടു കഴിഞ്ഞു. ആമേൻ. ഇന്നത്തെ പോലെ ഒരു മനുഷ്യന്റെ സ്നാന ശുശ്രൂഷ അവിടെ ആവശ്യമായിരുന്നില്ല എന്ന് പറയുകയാണ്. ഇനി അതിന്റെ 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു. നിങ്ങൾക്കറിയാം, ഒരാൾക്ക് ചോറ്, ഒരാൾക്ക് കപ്പ, ഒരാൾക്ക് സാമ്പാർ, ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ചപ്പാത്തി, ഒരാൾക്ക് പൊറോട്ട, ഒരാൾക്ക് പൂരി. ഇങ്ങനെ ഒന്നും കൊടുത്തില്ല. മുഴുവൻ പേരും മഞ്ഞ തിന്നു. കണ്ടോ? ഒരു വേർതിരിവുമില്ലാതെ ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മറ്റ് കംപ്ലൈൻസ് ഉണ്ട്. ആഹാരം ഇന്നലെ കഴിക്കാൻ പറ്റുള്ളൂ, നോ പ്രോബ്ലം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മുഴുവൻ പേർക്കും മന്ന ദൈവം നൽകി. മുഴുവൻ പേരും മന്ന തിന്നു. ആമേൻ. ഒരു മനുഷ്യനും മന്ന തിന്നിട്ട് രോഗമുണ്ടായില്ല. ഇന്ന് പ്രകാരം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തില്
ആഹാരം വർജിക്കേണ്ട, ഉപേക്ഷിക്കേണ്ട, വേർതിരിക്കേണ്ട രോഗങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ആഹാരം കഴിക്കുന്നതിൽ ഒന്നും നിങ്ങൾ വർജിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ വലിയ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും മറ്റ് ഡയബറ്റിക് എന്ത് രോഗങ്ങളായിരുന്നാലും പ്രിയ ദൈവമക്കളെ, ലൗകിക രോഗപ്രകാരമുള്ള ആഹാരം നിങ്ങൾ വർദ്ധിക്കണം. എന്നാൽ ഈ ആഹാരം വർദ്ധിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പഥ്യവും ഇല്ല. നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷവും വരില്ല. ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അഭിഷേകം പറയുന്നത്, എല്ലാവരും ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു. നമുക്ക് എല്ലാവർക്കും പഥ്യം കൂടാതെ കോമണായിട്ട് പൊതുവായിട്ട് കഴിക്കാവുന്ന, ഭക്ഷിക്കാവുന്ന ഒറ്റ ആഹാരം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവവചനങ്ങൾ മാത്രമാണ്. ആമേൻ. 4-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെന്തും ചെയ്തു? യാത്ര ചെയ്ത് വരികയാണ്. ആകാശത്ത് നിന്ന് മന്ന വർഷിച്ചവർക്ക് കിട്ടി, എന്നാൽ കുടിക്കാൻ വെള്ളമില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം എന്താണ് മോശയോട് പറഞ്ഞത്? ജനങ്ങൾ പിറുപിറുക്കുകയാണ്. അതിന്റെ 5-ാം വാക്യം, യഹോവ മോശയോട് ഇസ്രായേലിലെ ഏതാനും മൂപ്പന്മാരെ കൂട്ടിക്കൊണ്ട് നീ നദിയിൽ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപായി പോകുക. 6-ാം വാക്യം, ഞാൻ അവിടെ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറമേൽ നിൽക്കും, നീ പാറയിൽ അടിക്കണം, ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ആമേൻ. ദൈവമക്കളെ, അവരുണ്ടാക്കാത്ത, അവർ പാകം ചെയ്യാത്ത സ്വർഗീയ മന്ന അവർ കുഴിച്ച് അവർ സമ്പാദിക്കാത്ത പാറയിൽ നിന്നുള്ള വെള്ളം അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത് അവരെ നടത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, എല്ലാവരും ഒരേ അന്യപാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പം ഇസ്രായേൽ ജനത്തെ 430 വർഷത്തെ പ്രവാസ അടിമത്തത്തിന് ശേഷം അവിടെ നിന്ന് നടത്തി കൊണ്ടുവന്നവർ അവർക്ക് കുടിക്കാനുള്ള പാറയായ ക്രിസ്തുവായിരുന്നു. ആമേൻ. ഞാൻ പറയട്ടെ, നമ്മളെ നയിക്കുന്നവൻ, നമ്മളെ നടത്തുന്നവൻ, നമ്മളെ പുറപ്പെടുവിക്കുന്നവൻ, നമ്മളോടുകൂടെ ഇരിക്കുന്നവൻ നമുക്ക് വേണ്ട ആഹാരവും നമുക്ക് വേണ്ട ജലവും നമുക്ക് വേണ്ട വസ്ത്രവും നമുക്ക് വേണ്ട പാർപ്പിടവും എല്ലാം തരുവാൻ മതിയായവനാണ്. ആമേൻ. ദൈവത്തെ ആത്മാർത്ഥതയിൽ സേവിച്ച ഒരു വ്യക്തിയും ഒരു കക്ഷണം അപ്പം ഇരുന്ന ചരിത്രമില്ല. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ നല്ല മനസ്സോടെ സേവിച്ച നമ്മുടെ ജീവിതം ധന്യമായി തീരുമല്ലോ. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളി ഇട്ട് കളഞ്ഞു. ഞാനൊരു ചെറിയ കണക്ക് പറയാം. സ്ത്രീകളും കുട്ടികളും കൂടാതെ 16 ലക്ഷത്തോളം വരുന്ന പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളെയും കൂടെ കൂടിയാൽ 50 100 ലക്ഷമല്ല, ഇത്രയും വലിയ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത ഒരു സമ്മിശ്ര ജനസഞ്ചയനം ആ വഴിയിൽ ഉണ്ടായി. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്യസ്ഥാനത്ത് എത്തിയവർ എത്ര പേരാണ്? ഈ കാര്യത്തിൽ മറുപടി പറയാമോ? യോശുവയും കാലേബും. ഇതിനകത്ത് ദൈവം ഒരു കാര്യം ചെയ്തു. തിരിച്ചറിവിലെത്താത്ത കുഞ്ഞുങ്ങളെ മുഴുവനും രക്ഷിച്ചു. അങ്ങനെയാണ് ബൈബിളിൽ കണക്ക് പറയുന്നത്. തിരിച്ചറിവിൽ എത്തിച്ചേരാത്ത കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചില്ല. തിരിച്ചറിവുണ്ടായിരുന്ന പുരുഷന്മാരും സ്ത്രീകളിലും കാലേബ് യോശുവയും എന്ന 2 പേരൊഴിച്ച് ബാക്കി മുഴുവൻ പേരും ഈ 40 വർഷത്തെ മരുഭൂമിയിൽ അവിടെ മരിച്ചു വീഴുന്നു.
ഒരു മനുഷ്യനും അവിടെ ശവം അടക്കി. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവരോട് ആകെക്കൂടെ ഒരു കാര്യമേ ദൈവം പറഞ്ഞോളൂ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാരയും കൂടി എടുക്കണം. മല വിസർജനം നടത്തിയാൽ പാര കൊണ്ട് കുഴിയുണ്ടാക്കി അത് കുഴിച്ചു കൂടിയിട്ട് പോകണം. കാരണം നിങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ വേറെ ഒരു കരുതലും അവരുടെ കയ്യിലില്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, മരിച്ചു വീണ ഒരു മനുഷ്യനെയും മറവ് ചെയ്തിട്ടില്ല. അവരുടെ ശവങ്ങൾ മരുഭൂമി യാത്രയിൽ നിരന്ന് കിടക്കുകയാണ്. ദൈവം എത്ര വലിയ ദൈവമാണ്! നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകരുത്. വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകരുത്. ഞാനൊരു വേദഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായമാണ്. അതിന്റെ 4-ാം വാക്യം. ഈ 40 വർഷം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാലിൽ നീര് വന്നില്ല. ചിന്തിച്ചാൽ നമ്മുടെ മനസ്സുരുകി പോകും. 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ട് ഒരാളുടെയും കാല് വീങ്ങിയില്ല. കൂടുതൽ സമയം ചെരുപ്പിട്ടാൽ നമ്മുടെ കാല് വീങ്ങും. കൂടുതൽ സമയം നടന്നാൽ നമ്മുടെ കാലിന് എന്തെല്ലാം പ്രശ്നം. 40 വർഷം തുടർച്ചയായി നടന്നിട്ട് നിന്റെ കാലിന് നീര് വന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എത്രയോ ഭയങ്കരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളോട് കാണിച്ച മഹാമനസ്കത ഒരു കാര്യം കൂടി ഞാൻ ഓർക്കണം. ഈ 40 വർഷം പുരുഷന്മാരിട്ട വസ്ത്രം അലക്കി ഉണക്കി ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. 40 വർഷം ഇട്ട വസ്ത്രത്തിന്റെ കോളർ പൊടിഞ്ഞുപോയി. എത്ര വർഷം അടുപ്പിച്ചിട്ടാണ് നമ്മുടെ ഒരു ഉടുപ്പിന്റെ കോളർ പൊടിയും. ഇന്നത്തെ കാലത്ത് ഡ്രസ്സുകൾ ഒത്തിരി കൊണ്ട് പൊടിയുന്നതിന് മാറ്റും. 40 വർഷം തുടർച്ചയായി ഒരു ഷർട്ടിട്ടുകൊണ്ട് പോയ ഇസ്രായേൽ പുരുഷന്റെ കോളർ പൊടിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പെട്ടെന്ന് ഒരു പുരുഷന്റെ ഉടുപ്പിൽ മുഷിയുന്ന അലക്കി ബ്രഷ് ചെയ്താൽ പോലും വെളുക്കാൻ പ്രയാസമുള്ള സ്ഥലം ഈ കോളർ മടക്കി വെക്കുന്ന സ്ഥലമാണ്. ഇസ്രായേൽ ജനം ധരിച്ച വസ്ത്രത്തിന്റെ കോളറ് കറുത്തു പോവുകയോ അവിടെ ചെളിപൂരിതമായി പൊടിഞ്ഞു പോവുകയോ ചെയ്യുന്നു. ഇതൊന്നും നിങ്ങൾ മറക്കരുതെന്നാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീക സ്ഥാനങ്ങളിൽ ഒന്നാമത് നമ്മൾ മേഘത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ നേതൃത്വത്തിലാണ്. രണ്ടാമത് ബാപ്റ്റൈസ്ഡ് ആൻഡ് ജീസസ്, യേശുവിനോട് സ്നാനപ്പെട്ട് ചേർന്നു. മൂന്നാമത് സ്പിരിച്വൽ മീറ്റ്, ആത്മീയ ആഹാരമാകുന്ന മന്ന നമ്മൾ കഴിച്ചു. നാലാമത് സ്പിരിച്വൽ ഡ്രിങ്ക്, ആത്മീയ ജലം നമ്മൾ കുടിച്ചു. ഇങ്ങനെ ആ ഒരു ജീവിതയാത്ര ധന്യമായി സമർത്ഥമായി അനുഗ്രഹപൂർണമായിരുന്നുവെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആകാശ സംരക്ഷണത്തിന്റെ കീഴിൽ മന്ന എന്ന മനോഹരമായ ആഹാരത്തിന്റെ കീഴിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കല്ലിൽ നിന്ന് പിളർന്ന ദൈവത്താൽ നൽകപ്പെട്ട ജലവും പാനം ചെയ്തുള്ള യാത്രയിൽ ഒരു പോരായ്മയും ഉണ്ടായില്ല. ആകാശം എന്നത് കർത്താവിന്റെ നിഴലാണ്, മന്ന എന്നത് കർത്താവിന്റെ നിഴലാണ്. ഇവർ പാറയടിച്ച് പിളർന്നൊഴുകി അവർ കുടിച്ച വെള്ളവും യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ അനുഭവം കർത്താവായ യേശുവാണ്. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകാൻ സർവ്വവല്ലഭനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം.